എനിക്കാരെയും പേടിയില്ല. നിങ്ങൾ എന്നെ കൈകൊണ്ട് തല്ലി, നിരൂപകർ എന്നെ പേന കൊണ്ട് തല്ലി, സിനിമാ ഡയറക്ടർമാർ എന്നെ നാക്കുകൊണ്ട് തല്ലി. അങ്ങനെ തല്ലുകൊണ്ടുകൊണ്ട് ഞാൻ തളരാതെ വളരും. ആർക്കും എന്നെ തടുക്കാനാവില്ല. എന്റെ പുതിയ ഗാനം കേട്ടോ. പാൽക്കാരി പെണ്ണേ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ, പച്ചേട്ടൻ പാടിയ പാട്ടു നീ കേട്ടോ, പാവാട ഇട്ടോണ്ട് ഓടല്ലേ കേട്ടോ. എങ്ങനുണ്ട് എന്റെ പാപ്പാ പ്രാസം? ഓ, നിങ്ങൾ ഇത്രയും കഴിവുള്ള ആളാണെന്ന് ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു, താങ്ക് യു. മണ്ണിന്റെ മണമുള്ള കവിതകളാണ് എന്റേത്. അതെന്താ എഴുതിയിട്ട് കുഴിച്ചിടോ? നോ, റിയലിസ്റ്റിക് പോയട്രി. ആർക്കും പിടിയിട്ടു. അല്ലാതെ ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്നൊന്നും ഞാൻ എഴുതില്ല. കാരണം ഓർമ്മകൾ ആടുകളെയോ പശുക്കളെയോ പോലെ മേയാറില്ല. ഇനി അഥവാ മേഞ്ഞാൽ തന്നെ ആരും മിറ്റത്ത് കയറാൻ സമ്മതിക്കൂല, അടിച്ചോടിക്കും. വന്ന് കേറിയപ്പോ തന്നെ അടിച്ചോടിക്കേണ്ടതായിരുന്നു. അന്ന് ഞാനത് ചെയ്തില്ല. അതാ എനിക്ക് പറ്റിയ തെറ്റ്. എന്റെ ക്ഷമ നീ പരീക്ഷിക്കരുത്. ഡാഡി, ഇതാ ഉണ്ണി. ആഹാ, ഇരിക്കി. ഞാൻ ഉണ്ണിയെ കണ്ട് നന്ദി പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തിന്? അല്ല, അന്ന് ഇവനിട്ട് 4 കൊടുത്തില്ലേ, അതിന് തന്നെ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളതാ, 2 കൊടുത്താലോ എന്ന്. പക്ഷെ അത് തരപ്പെട്ടില്ല. അപ്പൊ ഉണ്ണി ഒരു കാര്യം ചെയ്യും, സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഒരു 2 കൊടുത്തേക്ക. എന്തിനാ ഏതിനാന്നും ചോദിക്കണ്ടെന്നേ. അല്ലാതെ ഇതിന് മരുന്നില്ലെന്നേ. അയ്യോ, ഞാൻ കൂലിത്തലയായിരുന്നല്ല, അന്ന് ആളറിയാതെ. ആരാ പുതിയ ആളുകളൊക്കെ? മമ്മി, ഇതാ മിസ്റ്റർ ഉണ്ണി. അതുപോട്ടെ, ഉണ്ണി നല്ലൊരു ഫുട്ബോളറാണെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ ഫേവറേറ്റ് ഗെയിമാ. ഏത് പൊസിഷനാ കളിക്കുക? ഞാൻ ഗോൾ കീപ്പറാണ്. ഗോൾ കീപ്പറാണോ? ഗോൾ കീപ്പർ എന്നതിന്റെ ഒരു കഥയുണ്ട്. സിനിമയ്ക്ക് പറ്റിയതാണ്. ഗോളിയാണ് ഹീറോ. ചുരുക്കി പറയാം, ഉദ്വേഗജനകമായ ക്ലൈമാക്സിൽ കളി തീരാൻ 1 സെക്കൻഡ് മാത്രമുള്ളപ്പോൾ ഗോളി, അതായത് നമ്മുടെ ഹീറോ, ഒറ്റയ്ക്ക് പന്തുമായി എല്ലാവരുടെയും കണ്ടുവെട്ടിച്ച് എതിർ ടീമിന്റെ പെനാൽറ്റി ഏരിയയിൽ നിന്നും വലവശത്തേക്ക് നീണ്ടി ഒരൊറ്റ അടി. ഗോൾ! ഗോളി എങ്ങനെ ഗോൾ അടിക്കുന്നത്? അത് സിനിമയിൽ ഹീറോയ്ക്ക് എന്തും ചെയ്യാമല്ലോ, നമ്മൾ ദിവസം കാണുന്നല്ലേ. ഒരു 10 മിനിറ്റ് മിണ്ടാതിരിക്കാൻ ഞങ്ങൾ എന്താ തരണ്ടേ? അവന് മിണ്ടാതിരിക്കാൻ പറ്റില്ല. മോൻ ഇവിടെ ഇരിക്കണ്ട, ആദ്യമായിട്ട് ഒന്നുമല്ലേ. വരൂ, ചായ കുടിക്കാം. ചായയും ബിസ്ക്കറ്റ്സും ഒക്കെ കഴിച്ചിട്ട് വരും. അപ്പോഴേക്കും ഞാൻ കഥ വിശദമായിട്ട് പറയാം. അല്ല വേണ്ട, ഞാനും കൂടെ വരാം. അവിടെ ഇരിക്കണം. കുഞ്ഞിരാമ, പട്ടിണിയിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും മാത്രമേ നല്ല കവിതകൾ ഉണ്ടാവൂ. അതിനോട് ഞാൻ യോജിക്കുന്നില്ല അളിയാ. എനിക്ക് 3 നേരം നല്ല ഭക്ഷണം കഴിച്ച് ഇങ്ങനെ സുഖമായിട്ടിരുന്നാലേ കവിത വരൂ. നാ പിടിച്ചോ നദോന്നതയിൽ ഒരെണ്ണം. ജനുവരി മാസത്തിൽ ജാലകം തുറന്നപ്പോൾ ജാനകി ജമ്പറിട്ടു. എങ്ങനെ? ജമ്പറിട്ടുല്ലോ. അപ്പൊ സമാധാനായി, ഇനി കുഴപ്പമൊന്നുമില്ല. അളിയാ, സത്യത്തിൽ ഇങ്ങനത്തെ കവിതകളാണ് ഇന്ന് മലയാള സിനിമയ്ക്ക് ആവശ്യം. യുവഹൃദയങ്ങളെ പുളകം കൊള്ളിക്കുന്ന പ്രേമഗാനങ്ങൾ. അല്ല, സത്യം പറ കുഞ്ഞിരാമ, നിനക്ക് അസുഖം വല്ലതും ഉണ്ടോ? അല്ല, അതിനുവേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യാം. കുറെ നാള് കഥയായിരുന്നു, ഇപ്പൊ കവിത. നിനക്ക് എന്തിന്റെ കിറുക്കടാ ഇത്? എതിർപ്പുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തളരില്ല ഞാൻ. ഉടനെ തന്നെ ഒരു സംഗീത സംവിധായകന്റെ ഈണപ്പുടവ അണിഞ്ഞ് ഇവൾ, എന്റെ ജാനകി, ഒരു ഗാനധാരയായി പുറത്തു വരും. എന്റെ അമ്മേ, എന്റെ ആരാധകരുടെ ചുണ്ടുകളിൽ ഒരു ഗാന തല്ലജമായി ഇവൾ തത്തിക്കളിക്കും. നിനക്ക് അടുക്കള വേറെ ജോലിയൊന്നുമില്ലേ? അളി, അടുക്കള എന്ത് പോകുന്നവരൊക്കെ പോട്ടമ്മവാ. അമ്മാവന് ഒരു ദിവസം വരും. എവരി ഡോ ഹാസ് എ ഡേ. അറിയില്ലേ, അന്ന് അമ്മാവന്റെ വില എന്താണെന്ന് ഇവരൊക്കെ മനസ്സിലാക്കും. നിനക്ക് വിവരമുണ്ട് കുഞ്ഞേ. അമ്മാവാ, ഞാനൊരു സിനിമ സിറ്റുവേഷൻ പറയാം. പൂന്തോട്ടത്തിൽ നനച്ചുകൊണ്ടിരിക്കുന്ന ഹീറോയെ ഹീറോയിൻ കണ്ടുമുട്ടുന്നു. ഹീറോയിന് ഹീറോയോടൊരു പ്രേമം. പക്ഷേ ആ ഹീറോയ്ക്ക് ഹീറോയിനെ എത്ര പിടിക്കുന്നില്ല. വിരോധമൊന്നും ഉണ്ടായിട്ടല്ലേ കേട്ടോ, എങ്കിലും പിടിക്കാത്തതുപോലെ അഭിനയം. എക്സാക്ട്ലി. അയാളുടെ മനസ്സിലുള്ളത് എങ്ങനെയൊന്ന് പുറത്തറിയുക, എങ്ങനെയൊന്ന് ഇഷ്ടപ്പെടുത്തുക? ഇത് വളരെ പഴഞ്ച സിറ്റുവേഷൻ. സാധാരണ ലവ് സ്റ്റോറികളിൽ സ്ഥിരം കാണും. ഹീറോയിൻ എന്തെങ്കിലും പോകൃതരം പറയും, ഹീറോ കൈവീശ്വരണം കൊടുക്കും. ഉടനെ ചക്കന് സിമ്പതി, ലവ്, ഒട്ടനൊരു ഡ്യൂറ്റ്, ലൈൻ ക്ലിയർ. നമുക്ക് ഇരിക്കലേ. ഓ, ബിസ്ക്കറ്റ് അത് കഴിച്ചിട്ടാകാം. ഇനി ഒരു
അയ്യോ കള്ളൻ കള്ളൻ ശരിക്കും കൊടുക്കുമോ അവന് മക്കൾ വന്നിരിക്കാ കള്ളൻ ആ മുഖംമൂടി ഒന്നോട്ട് എടുത്തേ എടാ കുഞ്ഞിരാമ നീയോ വിടടാ ചക്ക വിട ഇത് കള്ളനല്ലേ? കള്ളനാ പക്ഷെ എന്റെ മോനാ. മോനോ? ആ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പോലും പെറ്റിട്ടപ്പോ കണ്ടതാ. അന്ന് സഞ്ചി തൂക്കി ഇറങ്ങിയതാ ഈ എരണം കെട്ടവൻ. 1 മാസം മുമ്പ് ഇതുപോലൊരു രാത്രിയിൽ കേറി വന്നിട്ട് പോയതാ തെണ്ടാൻ. തെണ്ടാനല്ല അമ്മച്ചി, തകർക്കാൻ. ഓ മലയാള സിനിമ ഇൻഡസ്ട്രിയെ തകർക്കാൻ. എന്റെ കഥകൾ, കവിതകൾ, നിരൂപണങ്ങൾ എല്ലാം ഇന്നത്തെ സിനിമയുടെ മുഖച്ഛായ തന്നെ തകർക്കും, തകർത്ത് തരിപ്പണമാക്കും. ഇപ്പൊ എനിക്ക് ആളെ മനസ്സിലായി. പുളുവൻ കുഞ്ഞിരാമൻ നാട്ടുകാർ വിളിക്കുന്നത് ഇങ്ങനെയല്ലേ? അവൻ തന്നെ ഇവൻ. അതെ, അവനാണ് ഇവൻ. പുളുവൻ എന്ന നാമധേയം എനിക്ക് കിട്ടിയ അംഗീകാരമാണ്. കാരണം നീ നാക്കെടുത്ത ഇതേ പറയൂ. അല്ല അമ്മജി, സിനിമാ ലോകത്തിന് ഞാൻ ഇന്നൊരു ഭീഷണിയായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ നിരൂപകർ എനിക്കെതിരെ എഴുത ശരമാണ് പുളുവൻ എന്ന നാമധേയം. ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല. അധികം താമസിയാതെ ഞാൻ ഈ സിനിമാ ലോകം പിടിച്ചടക്കി ഒരു രാജാവായിട്ട് വാഴും. പാറുമുത്തശ്ശിയുടെ മോൻ തന്നെ. നാക്കിന് ബ്രേക്കും ഇല്ല, ബെല്ലും ഇല്ല. എന്റെ ചില കവിതകൾ കേൾക്കാം. എനിക്ക് ഉറക്കം വരുന്നു, പിന്നെ കേൾക്കാം. ഗുഡ് നൈറ്റ്. എന്ന അമ്മച്ചി കേൾക്കണം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മര്യാദക്ക് നീ കിടന്നുറങ്ങാന്ന് വെച്ചാൽ ഇങ്ങോട്ട് കേറിയാ മതി. അല്ലേ രാത്രിയിൽ നീ കുത്തിക്കുറിച്ചതൊക്കെ തുറന്നു വെച്ച് നിരോളിക്കാനാ ഭാവം വെച്ചാല് ഓലയ്ക്ക് നിന്നെ ഞാൻ വീക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഒരു കലാബോധമില്ലാത്ത തള്ള. ഒരു നിമിഷം നിൽക്കൂ. ദൈവമേ ചച്ചോ, കവിക്കുഞ്ഞു മാമൻ. വീട്ടിലിരുന്ന് ഭാവന മുരടിച്ചപ്പോൾ ഒരു പുതിയ അന്തരീക്ഷം തേടി ഇറങ്ങിയതാണ്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കടലിന്റെ മുമ്പിൽ ഒരു കട കണ്ടു. ഐഡിയ. ആ ആശയം ഒരു കവിതയായി രൂപം പ്രാപിച്ചു. ഒന്ന് കേൾക്കൂ. കടലു കട കണ്ടു, കട കടലു കണ്ടു, കടലു കടയിലെ കടല കണ്ടു, കടല കണ്ടു കടല് കൊതി കൊണ്ടു, കടം കേട്ടു ആ കടലയെ, കടമില്ല പോടാ എന്നു കട ചൊല്ലി, കടലു കലികൊണ്ട് കടയിലെ കടല തട്ടിത്തെറിപ്പിച്ചു, കടയും കടലുമായി കടിപിടിച്ചു, കട കടപടോ പടപടോ ഒന്ന് പൊടിഞ്ഞുടഞ്ഞു, കടല് കറുമുറേ കറുമുറേ കടല തിന്നു, കടപടോ കറുമുറേ കടപടോ കറുമുറേ കറുമുറേ കടപടോ പടപടോ കറുമുറേ റേ. എങ്ങനുണ്ട്? അവസാനത്തെ റേ വേണ്ടായിരുന്നു, ബാക്കിയെല്ലാം കൊള്ളാം. ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഞാൻ എന്റെ സ്റ്റൈലൊന്ന് മാറ്റുകയാണ്. വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന മട്ടിൽ വല്ലതും വലിച്ചുവാരി എഴുതിയാൽ ഫോക്ക് കവി എന്ന പേരിൽ ചുളുവി രക്ഷപ്പെടാം. പിന്നെ എന്റെ പേരിന്റെ അറ്റത്ത് വല്ല കരയെന്നോ കൊമ്പെന്നോ എഴുതി ചേർക്കും. കവിക്കുഞ്ഞു മാമൻ ഞങ്ങളെ കൂടെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഞാൻ രക്ഷപ്പെടുന്നതോടൊപ്പം ഇവിടുത്തെ മലയാള സിനിമ, സാഹിത്യം, സംസ്കാരം ഇവയെല്ലാം ഒന്നോടെ രക്ഷ പ്രാപിക്കും. രക്ഷ ഒരു നല്ല ആശയം. അതിനെക്കുറിച്ച് ഞാൻ ഒരു കവിത എഴുതിക്കൊണ്ടുവരാം. ഇവിടെ തന്നെ കാണണം, ഒരിടത്തും പോരുത്. രക്ഷാസേനയൊന്നെ വേഗം നടന്ന് ഇവിടുന്ന് രക്ഷപ്പെടാം. ഐ എം സോറി. പള്ളു വിളിക്കും, പള്ളു വിളിച്ചാൽ പള്ളയിലിടിക്കും, പള്ളയിലിടിച്ചാൽ തൊള്ള തുറക്കും, തൊള്ള തുറന്നാൽ തള്ള എന്ന് വിളിക്കും. നീ ഇപ്പൊ നിർത്തിയില്ലെങ്കിൽ ഞാൻ കള്ളു കുടിക്കാതെ തന്നെ നീ പാടിയത് മുഴുവൻ നടത്തി കാണിക്കും. മനുഷ്യന് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ അവന്റെ അമ്മൂമ്മയുടെ ഒരു കവിത. ഒന്ന് പോടോ. എന്താ ഡാഡി? അലമാരയുടെ താക്കോൽ എവിടെ? മമ്മി കൊണ്ടുപോയി കാണും. ഇടാൻ ഒരു ഷർട്ട് പോലും പുറത്തില്ല, എല്ലാം കെട്ടിപ്പൂട്ടി പോയിരിക്കുക. എന്താ ഇവിടെ താമസിക്കുന്നവരൊക്കെ കള്ളന്മാരാ? ഇവനിവിടെ ഉണ്ടല്ലോ, എല്ലാം കൊണ്ട് ചെകുത്താന്റെ അവതാരം തന്നെ. ഒരു കവിയെ ചെകുത്താനെന്ന് വിളിക്കുന്നത് അളിയന്റെ ദുഷിച്ച മനസ്സിത് കൊണ്ടാണ്. അതും വെറും ഒരു ഷർട്ട് കാണാത്തോണ്ട്. എന്നാൽ കവിഹൃദയം വിശാലമാണ്. ഇതെടുത്തോ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എന്നിട്ട് നാട് മുഴുവൻ പറഞ്ഞു നടക്കാൻ ഞാൻ നിന്നെ ഷർട്ട് ഇട്ട് നടക്കാണെന്നല്ലേ? ഒരു കവി ഹൃദയം അത്ര ചീപ്പല്ല. അല്ലു, അവരായിരിക്കും യൂണിവേഴ്സിറ്റിയിലെ വലിയ ഉദ്യോഗസ്ഥന്മാരാ. എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരു സെക്യൂരിറ്റി ഓഫീസറുടെ പോസ്റ്റ് വന്നിട്ടുണ്ട്. അമ്മ ഇല്ലാത്തതുകൊണ്ട് സൽക്കാരൊക്കെ നീ എന്നെ ചെയ്തേക്ക്. ഞാൻ പോയി ചായ എടുത്തിട്ട്. പിടിച്ചേ പിടിച്ചേ. ദേ, ഇതിന്റെ കാര്യം ഒന്നും പറയരുത്.
എന്തെങ്കിലും പറഞ്ഞാൽ പോലും എന്നെ പറ്റി പൊക്കി പറഞ്ഞാൽ മതി. അവരെന്നെ പറ്റി അന്വേഷിക്കാൻ വരുന്നവരാ. മാനം കളയരുത്. 10 കാശ് കിട്ടിയാലേ നിനക്ക് ദേ, ഓ, ഓ, ഓ. വരൂ. ആ. വരൂ വരൂ വാ. വരൂ ഇരിക്കൂ. മീറ്റ് മിസ്റ്റർ തോമസ് മാത്യു. ഓ, മിസ്സിസ് കലൻ മേനോൻ. ഇരിക്കൂ. ഞാൻ കവി കുഞ്ഞി. ഹലോ. കുഞ്ഞി. ഹലോ. ഇദ്ദേഹം എന്റെ അളിയനാണ്. എന്നെ പോലെയല്ല, ആള് മിടുക്കനാണ്. നിങ്ങൾ കവികളും മിടുക്കന്മാരാണല്ലോ. ലോകം മുഴുവൻ പേനത്തുമ്പിൽ ഒതുക്കില്ലേ? അയ്യോ, അങ്ങനൊന്നുമില്ലേ. എന്റെ കയ്യിലൊരു പേന മാത്രമേ ഉള്ളൂ. അളിയന്റെ കാര്യം അങ്ങനല്ല. ഈ വീട് അളിയന്റെ വകയാണ്. നിങ്ങൾ പുറത്ത് കണ്ട കാറ് അളിയന്റെ വകയാണ്. ഈ TV അളിയന്റെ വകയാണ്. ആ വീഡിയോയും അളിയന്റെ വകയാണ്. അകത്തോട്ട് കയറിപ്പോയ കുട്ടി അളിയന്റെ മകളാ. ഈ വീട്ടിലുള്ളതെല്ലാം അളിയന്റെ വകയാണ്. പക്ഷേ ഈ ഇട്ടിരിക്കുന്ന ജുബ്ബ മാത്രം എന്റേതാണ്. കുഞ്ഞിരാമ, ഓ, ഒന്നും ഇങ്ങോട്ട് ഇതല്ലേ? വന്നല്ലേ? ഇന്നാളും നമ്മളൊരു ആ, കാര്യം ആ, പറഞ്ഞില്ലേ?